തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വോട്ട് ചെയ്യാനെത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണുത്തിയിലെ സെന്റ് ജോർജ് CLP സ്കൂളിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തുന്നത്. അതിരാവിലെ തന്നെ അദ്ദേഹം കുടുംബസമേതം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. ഏതാണ്ട് 6:00 തന്നെ ഈ കാട്ടുകര സെന്റ് ജോർജ് LP സ്കൂളിലെ 115 നമ്പർ പോളിംഗ് ബൂത്തിലേക്ക് NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ ഭാര്യ രാധികയും മക്കളായ ഗോകുലും മാധവും ഒപ്പം ഭാഗ്യയും ഭാര്യ മാധവ് ഇന്ദിരയും എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം അല്പം മുമ്പ് ഇവിടെ നിന്ന് വോട്ട് ചെയ്ത് മടങ്ങി. ഇപ്പോൾ സുരേഷ് ഗോപി വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ എത്തിയതിന്റെ, അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിച്ചതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. BJP ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന അവർ A ക്ലാസ് മണ്ഡലമെന്ന് അടയാളപ്പെടുത്തിയ ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. ഒപ്പം CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനും വളരെ ശക്തമായ കൈയുള്ള, വളരെ ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണിത്. കാരണം ഇവിടുത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും നിലവിൽ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ MLA-മാരാണ് ഉള്ളത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ മുൻതൂക്കം നേടിയാണ് TN പ്രതാപൻ MP ആയത്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും മാറിമറിയാവുന്ന ഒരു ഫലസൂചന, ഒരു മണ്ഡലമാണ് തൃശൂർ. കഴിഞ്ഞ 4 വട്ടമായി ഓരോ തവണയും LDF-നും UDF-നും മാറി മാത്രമല്ല കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടിംഗ് പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ 28% വോട്ടുകളാണ് NDA സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി നേടിയത്. 2019-ൽ 39% വോട്ടുകളോടുകൂടി നേടി. അതേസമയം 30% വോട്ടുകൾ LDF സ്ഥാനാർത്ഥിയും നേടിയിരുന്നു എന്നുള്ളതാണ് ഒരു കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെന്റേജിന്റെ നില. ഇത്തവണ സർവേകളിൽ ഉൾപ്പെടെ ആർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയാനാവാത്ത സാധ്യതയാണുള്ളത്. ഏതാണ്ട് 30% മുകളിലുള്ള വോട്ടുകളാണ് മിക്കവാറും സർവേകളെല്ലാം തന്നെ തൃശ്ശൂരിൽ പ്രവചിക്കുന്നത് 3 സ്ഥാനാർത്ഥികൾക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു വോട്ടിംഗ് ശതമാനത്തിലുള്ള വ്യത്യാസം ഫലങ്ങളെ മാറ്റി മറിച്ചേക്കാം, അന്തിമ ഫലത്തെ വലിയ തോതിൽ സ്വാധീനിച്ചേക്കാം. അതിന്റെ ഒരു സൂചനയെന്നോണം, അല്ലെങ്കിൽ ആ ഒരു പോരാട്ടത്തിന്റെ ഒരു സൂചനയെന്നോണം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രാവിലെ തന്നെ ഏതാണ്ട് 6:30 തന്നെ അദ്ദേഹം പോളിംഗ് ബൂത്തിൽ ഇവിടെ എത്തി. 7 മണിക്കായിരുന്നു പോളിംഗ് ആരംഭിക്കേണ്ടത്. ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹം വോട്ട് ചെയ്യാനായി കയറിയിരിക്കുന്നു. അദ്ദേഹം സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണുത്തിയിലെ, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മണ്ണുത്തിയിലെ സെന്റ് ജോർജ് LP സ്കൂളിലാണ് സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മണ്ണുത്തിക്കടുത്ത് മുക്കാട്ടുകര സെന്റ് ജോർജ് LP സ്കൂളിൽ തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി പുറത്തു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെ വളരെ നേരത്തെ തന്നെ അദ്ദേഹം പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ
പോളിംഗ് പൂർത്തിയാക്കി അദ്ദേഹം വോട്ടവകാശം വിനിയോഗിച്ച ശേഷം പുറത്തേക്ക് വരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ, പോളിംഗ് ബൂത്തിലെ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ നമുക്ക് കാണാം ധാരാളം ആളുകൾ അതിരാവിലെ തന്നെ വോട്ട് ചെയ്യുന്നതിനായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിലെ ഒരു പോരാട്ട ചൂട് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. വോട്ട് ചെയ്ത ശേഷം തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഈ പോളിംഗ് ബൂത്തിലെ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ ധാരാളം ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാകും. കാരണം തൃശ്ശൂരിലെ ഒരു പോരാട്ടത്തിന്റെ ചൂരും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തൃശൂർ മണ്ണുത്തിയിലെ മുക്കാട്ടുകര LP സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മാധ്യമങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വോട്ടർമാരും മറ്റുമായിട്ടും മൈക്കും താത്തിപ്പിടി, മൈക്കും താത്തിപ്പിടി. ആവശ്യം അവകാശം കേരളത്തിന്റെ ഹൃദയവികാരം മാനിച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുമർത്തി തൃശ്ശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ്. അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. സന്തോഷം. എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ അവസരം. അതാണ് ഏറ്റവും വലിയ മഹത്വമായിട്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അന്നേരേക്കും സീനിയർ സിറ്റിസൺ എത്തി, പിന്നെ ബൈസ്റ്റാൻഡർ ഉണ്ടാവും. പിന്നെ ഞാൻ അത് 10ാമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് നിശ്ചയിച്ചു പോയി. ഉറപ്പിക്കണ്ടേ? എല്ലാ ഘടകങ്ങളിലും കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും MP-മാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത്, തിളക്കം ചാർത്തിയത്, അല്ലെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെ അത് മാത്രം മതി വിജയിക്കാൻ ഏറ്റവും നല്ല ഘടകം. 10 വർഷത്തെ MP-യുടെ ഡ്യൂട്ടി, MP-യുടെ റെസ്പോൺസിബിലിറ്റി അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തിയാൽ മതി. അതുതന്നെയാണ് വിജയസാധ്യതയുടെ വലിപ്പവും. അത് ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമെന്ന് പ്രതീക്ഷിച്ചാണോ തുടങ്ങിയത്? അത് ഇത്തിരി കടുപ്പായിരുന്നു. ഒന്നാമത് അല്ല, കഷ്ടപ്പാടും മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നു ഈ ഒച്ചയും. ഇത്രയും ദിവസം സമ്പർക്കമെന്ന് പറഞ്ഞ് എത്ര പാർട്ടിക്കാരാണ് കയറി ഇറങ്ങുന്നത് വീടുകളിൽ? എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത്? 95 അല്ലെങ്കിൽ 97 ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു. ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ വലിയ എന്താണ് ഒരു ജക്സ്റ്റപോസിഷൻ. ഒരിക്കലും ആ രണ്ട് അഭിപ്രായവും കൂടെ ചേർത്തില്ല. പാർട്ടിയുടെ ഒരു പൊതു വിലയിരുത്തൽ എങ്ങനെയാണ് ഈ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട്? ഈ മണ്ഡലത്തിന്റെ അല്ല, അവര് പാർട്ടിയുടെ വിലയിരുത്തലല്ല, അവരുടെ നിശ്ചയം
തൃശ്ശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം. അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമാണ്. പദ്ധതികൾ ഓരോന്നായിട്ടെടുത്തു. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുത്തു? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയുന്നു? അപ്പോൾ BJPയുടെ ഗവർണൻസിന്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ 10 വർഷത്തെ മോദി അതിന് മുമ്പുള്ള ഞാൻ വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല. അതും കൂടെ വേണമെന്ന് വിലയിരുത്തിക്കോണം. അപ്പോൾ ആ മോദി ഗവർണൻസിന്റെ പൂർണ്ണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ 20 MPമാർക്കും കഴിഞ്ഞ 5 വർഷം സാധിച്ചില്ല. അതിന് മുന്നലത്തെ 5 വർഷവും സാധിച്ചില്ല. അവരുടെ സ്വന്തം MPമാർ വഴി അത് ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം, അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രാർത്ഥന, അവരുടെ ആത്മവിശ്വാസം. താങ്ക് യു. ഇനി വിട്ടിട്ട് നിങ്ങൾ അനങ്ങിക്കും. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. തനിക്ക് തന്നെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. തൃശ്ശൂരിൽ BJP ജയിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം കൂടിയാണ് അദ്ദേഹം ഇതോടൊപ്പം നമ്മളോട് പങ്കുവച്ചത്. രാവിലെ ഏതാണ്ട് 6:00 തന്നെ അദ്ദേഹം കുടുംബസമേതം പോളിംഗ് ബൂത്തിലെത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് ഇത്തവണ തൃശ്ശൂരിൽ താമര മെരിയുമെന്നതിൽ എന്നാണ് അദ്ദേഹം പ്രധാനമായും പ്രതികരിച്ചത്. തൃശ്ശൂർ മണ്ണത്തിയിലെ മുക്കാട്ടുകര സെന്റ് ജോർജ് LPS സ്കൂളിലാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം ഇപ്പോൾ പുറത്തേക്ക് വരികയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. മണ്ണത്തിയിൽ നിന്നും അഭിലാഷ് ചിറക്കടവിനൊപ്പം ഷിഹാബുദ്ദീൻ തങ്ങൾ മാതൃഭൂമിയിലെടുക്കും.